താമരവേരോടുമോ തമിഴ്നാട്ടിലെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി നേരത്തെ ഉത്തരാഖണ്ഡ് വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് KM ജോസഫാണ്. ഞാൻ MK ജോസഫ് എന്ന് തെറ്റായാണ് പറഞ്ഞത്. പിഴവ് പറ്റിയതിൽ ക്ഷമിക്കണം. ശ്രീ CG രാജേന്ദ്രബാബു, ഇവിടെ BJP ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് എത്രമാത്രം അവർക്ക് നടിക്കാൻ കഴിയും? കേന്ദ്ര സർക്കാർ ഞങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ് എന്ന് എത്ര കണ്ട് പറഞ്ഞാൽ അതിന് വിശ്വാസ്യത കിട്ടും? വെങ്കയ്യ നായിഡു അങ്ങനെ പറയുന്നു, രാജ്നാഥ് സിംഗ് അങ്ങനെ പറയുന്നു. പക്ഷേ ഇന്ന് ഈ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് BJP ജനറൽ സെക്രട്ടറി P. മുരളീധർ റാവു അതിൽ സംസാരിച്ചിട്ടുണ്ട്. ആ പത്രത്തിൽ അദ്ദേഹം പറയുകയാണ്, വെൻ പീപ്പിൾ വിതൗട്ട് എനി ക്രെഡിബിലിറ്റി വാണ്ട് ടു ബിക്കം ലീഡർ, വാട്ട്സ് ദ റോങ് ഇൻ BJP വാണ്ടിങ് ടു ബി എ പ്ലെയർ ഇൻ തമിഴ്നാട്? ദർ ഈസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറൽ ദാറ്റ് ദി BJP ആസ് എ പാർട്ടി വാണ്ട്സ് ടു പ്ലേ എ റോൾ. മുരളീധർ റാവു തന്നെ പറയുകയാണ്, BJP ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ്, അവർ ഇതിൽ ഈ കളിക്കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഈ വെങ്കയ്യ നായിഡുവും രാജ്നാഥ് സിംഗും ഒക്കെ ഇങ്ങനെ പുരപ്പുറത്ത് കയറി ഞങ്ങൾ നിരീക്ഷകർ മാത്രമാണ് എന്ന് പറയുന്നതിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഇപ്പോൾ മുരളീധർ റാവു പറയുകയും വെങ്കയ്യ നായിഡു മറിച്ചൊന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു ഇരട്ടത്താപ്പ് മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ഭരണ ചുമതലകളിൽ ഇരുന്നു കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? വേണു, ഈ BJPയുടെ ഗെയിം പ്ലാനിനെ പറ്റി നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഈ നാടകത്തിൽ കളിക്കുന്നവർക്കെല്ലാം വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കൂ. കോൺഗ്രസും സമർത്ഥമായി തന്നെ എങ്ങനെ ഇതിൽ ഇടപെടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. PCC അധ്യക്ഷനെ ഡൽഹിയിലേക്ക് വരെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഒരു കളിയുണ്ട്. ഒരു കാര്യം ഓർക്കുക, DMKയുടെ സ്റ്റാലിൻ BJPയുമായി, അതായത് വെങ്കയ്യ നായിഡു ജയലളിതയുടെ ചരമ സമയത്ത് ചെന്നൈയിൽ വരികയും വളരെ തിടുക്കത്തിൽ പന്നീർശെൽവത്തെ മുഖ്യമന്ത്രിയായി അവരോധിക്കുകയും ചെയ്തതിൻ്റെ ആർക്കിടെക്റ്റ് തീർച്ചയായും BJPയും നരേന്ദ്രമോദിയും തന്നെയായിരുന്നു. പക്ഷേ ആ ആനുകൂല്യം പൂർണ്ണമായും പന്നീർശെൽവത്തിന് തന്നെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയിക്കണം. നേരത്തെ എനിക്ക് തോന്നുന്നു ശ്രീ ലിജു പറഞ്ഞതുപോലെ പന്നീർശെൽവമാണോ ശശികലയാണോ തങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായത് എന്ന് ഇനിയും BJP നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ, ഞങ്ങൾക്ക് ഇവിടെ ചെന്നൈയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 37 MLAമാരെ ഡൽഹിയിൽ അവർക്ക് അനുകൂലമായി കാഴ്ചവെക്കാൻ പന്നീർശെൽവത്തിന് കഴിഞ്ഞാൽ BJP പന്നീർശെൽവത്തോടൊപ്പം പോകും. 37 MLAമാരെ സമ്പൂർണ്ണമായി കാഴ്ചവെച്ച് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാൻ ശശികലയാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ തീർച്ചയായും BJP നേതൃത്വം നാളെ ഗവർണർ തീരുമാനിക്കാൻ പോകുന്നത് ശശികലയ്ക്ക് അനുകൂലമായിട്ടായിരിക്കും. ഏതായാലും എല്ലാം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളതിൽ സംശയം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ M. ലിജു, ഒരു നിശബ്ദ കരുവായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പോൾ ശശികലയെ അസ്വീകാര്യമാകുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിന്, മോദിക്ക്? ഒരു മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാണെങ്കിൽ ഒരുപാട് ബാഗേജസുമായാണ് ശശികല വരുന്നത്. പനീർശെൽവം പെർഫെക്റ്റ് അല്ല, പക്ഷെ താരതമ്യേന യോഗ്യൻ. അതുകൊണ്ട് മോദിക്ക് താല്പര്യം പനീർശെൽവത്തോട്. ഇതാണ് മോദിയോടടുത്ത വൃത്തങ്ങളുടെ വിചാരമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസും ഇതിലൊരു പങ്ക് വഹിക്കുന്നില്ലേ? കോൺഗ്രസും ശശികലയുമായി ബന്ധമുണ്ട് എന്ന ഒരു സാഹചര്യം BJP കേന്ദ്ര നേതൃത്വത്തെ ഇത്തരമൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? ഇപ്പോൾ തന്നെ ശശികല കോൺഗ്രസ് ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും DMK AEDMK പിളർത്താൻ ശ്രമിച്ചാൽ പോലും പനീർശെൽവത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് AEDMKയ്ക്കൊപ്പം നിൽക്കണമെന്ന ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുമൊക്കെയാണ് അടഞ്ഞ കോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ. അപ്പോൾ നിങ്ങളും ഇതിലൊരു ഘടകമായി തന്നെ പ്രവർത്തിക്കുന്നില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രണ്ട് ദ്രാവിഡ പാർട്ടികളുമായും ബന്ധമുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ ആദ്യം ജയലളിതയുടെ ഘടകകക്ഷിയായിരുന്നു. പിന്നീടാണ് ആ സഖ്യത്തിൽ മാറ്റമുണ്ടായി DMKയുടെ സഖ്യകക്ഷിയായത്. ഇപ്പോൾ എനിക്ക് തമിഴ്നാട് യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അന്ന് DMKയേക്കാൾ കൂടുതൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർക്ക് താല്പര്യം ADMKയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് സഖ്യം നടന്നില്ല. അവസാനം ആത്യന്തികമായി DMKയ്ക്കൊപ്പം പോകേണ്ടി വന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉറപ്പാക്കാൻ
ഈ രണ്ട് പാർട്ടികൾക്ക് ഏതെങ്കിലും ഒപ്പം നിന്നേ പറ്റുകയുള്ളൂ. നാളെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇന്നത്തെ പ്രശ്നം അതല്ല. കാരണം ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ റോളില്ല. ഞങ്ങളുടെ MLA-മാരെണ്ണം തന്നെ ഏകദേശം 5 പേരോ മറ്റോ ആണ് തമിഴ്നാട്ടിൽ ആകെയുള്ള MLA-മാർ. അപ്പോൾ ആ MLA-മാരെ വെച്ച് ഏതെങ്കിലും ഒരു പക്ഷത്തെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനം വെച്ച്, ഗവർണറുടെ സ്വാധീനം വെച്ച് ആരെ മുഖ്യമന്ത്രിയാക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സാഹചര്യം ഇന്ന് കോൺഗ്രസിനില്ല. ഇന്ന് ആ സാഹചര്യമുള്ളത് BJP-ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 37 MP-മാരുടെ, ലോക്സഭാ MP-മാരുടെ പിന്തുണയുള്ള 13 രാജ്യസഭാ MP-മാരുടെ പിന്തുണയുള്ള AIADMKയിൽ ആർക്കാണോ ശക്തി എന്ന് തീരുമാനിച്ച് അവർക്കൊപ്പം നിൽക്കുക എന്ന തീരുമാനമാണ് BJP എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാര്യത്തിൽ ചിത്രം തെളിഞ്ഞിട്ടില്ല. ആ ചിത്രം തെളിയിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണറെ ഉപയോഗിക്കുന്നു എന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നാളെ BJP-ക്ക് ചിത്രം തെളിഞ്ഞു വന്നാൽ അവർ തീർച്ചയായും ഒരു നിലപാടെടുക്കും. അത് ചിലപ്പോൾ ശശികലയ്ക്കൊപ്പമാകും, അല്ലെങ്കിൽ പന്നീർശെൽവത്തിനൊപ്പമാകും. അതിനകത്ത് BJP-ക്ക് ധാർമ്മികതയൊന്നും തന്നെയില്ല. ആരാണ് ശക്തർ എന്ന് നോക്കി, ആർക്കൊപ്പമാണ് അധികാരം എന്ന് നോക്കി അവർ തീരുമാനമെടുക്കും. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ AIADMK ദുർബലപ്പെടുത്തി ആ സ്ഥാനത്ത് കടന്നു വരിക എന്ന ലക്ഷ്യം കൊണ്ടുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം തന്നെ വേണ്ട. ശരി, ശ്രീ മസൂദ്, താങ്കൾ എന്ത് ഉറപ്പിലാണ് പറയുന്നത് ഈ കളിയൊക്കെ കളിക്കുന്ന BJP-ക്ക് അവിടെ വേരോടാൻ കഴിയില്ല എന്ന്? അത് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ മുമ്പെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അറിയാം. BJP DMK ആയിട്ട് ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. BJP AIADMK ആയിട്ട് ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇതിൻ്റെ ഒരു തെളിവ് എന്തെന്ന് ചോദിച്ചാൽ 1967 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. ബംഗാൾ, തമിഴ്നാട്, കേരളം. അതിൽ ബംഗാളിൽ കോൺഗ്രസിൻ്റെ വേറെ രൂപമായിരിക്കുന്ന മമതാ ബാനർജി അധികാരത്തിൽ വന്നു. ഇപ്പോൾ കേരളത്തിൽ ഇടതും വലതും മാറി 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 അധികാരത്തിൽ വരുന്നു. തമിഴ്നാട്ടിൽ ഇന്ന് വരെ കോൺഗ്രസ്സിന് അധികാരത്തിലെത്തുവാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന സംഭവം ഞാൻ കാണുന്നത്, ഇന്ത്യയിൽ മരിച്ചുപോയാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ഇന്ദിരാഗാന്ധിയും ഒന്ന് അണ്ണായും. അതുവരെ എന്ന് പറഞ്ഞ അണ്ണ. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത്, പ്രധാനമായ ശക്തി എന്ന് പറയുന്നത്, പ്രധാനമെന്ന ശബ്ദമായി എന്ന് പറയുന്നത് CN അണ്ണാദുരൈ എന്ന് പറഞ്ഞ അണ്ണാണ്. ആ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ അതിന് വിരുദ്ധമായിട്ടുള്ള നീക്കം കോൺഗ്രസുമായിട്ടോ BJP-യുമായിട്ടോ പങ്കിട്ട് കഴിഞ്ഞാൽ അവരെ താഴേക്കിടയിലുള്ള ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് സംഭവം. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത്. ഇപ്പം തന്നെ MLA-മാരുടെ ഭൂരിപക്ഷം ശശികലയ്ക്കുണ്ടെന്ന് പറയപ്പെടുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകർ, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അടികൊണ്ട് ഇടികൊണ്ട് ജയിലിൽ കിടന്ന് എല്ലാം കൂടെ സങ്കടപ്പെടുത്തി ആ സങ്കടത്തിൻ്റെ വെളിച്ചത്തിലുള്ള വോട്ടുകളിലൂടെയാണ് AIADMK അധികാരത്തിൽ വന്നത്. ആ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഭൂരിപക്ഷം എനിക്ക് കിട്ടിയ അറിവനുസരിച്ചാണെങ്കിൽ പന്നീർശെൽവത്തിൻ്റെ കൂടെയാണ്. ശരി, നമുക്ക് അതിലേക്കും വരാം ശ്രീ മസൂദ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഗവർണർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അങ്ങ് തന്നെ പറഞ്ഞ പോലെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയാണ്. അതെ, കേന്ദ്രത്തിൻ്റെ ഇംഗിതങ്ങളാണ് അദ്ദേഹം നടപ്പാക്കാൻ പോകുന്നത് എങ്കിൽ കേന്ദ്രത്തിന് തന്നെ താല്പര്യമുള്ളൊരു മുഖ്യമന്ത്രിയെയും അവിടെ കണ്ടെത്താൻ അവർക്ക് കഴിയും. കൂടുതലായും അത് പന്നീർശെൽവത്തിനാണ് ആ സാധ്യത. അങ്ങനെ വരികയാണ് എങ്കിൽ BJP-ക്ക് ഒരു നിഴൽ ഭരണം അവിടെ നടത്താൻ കഴിയും. 5 വർഷം ഒരു ഗവർണറെയും ഒരു മുഖ്യമന്ത്രിയെയും കൊണ്ട് ഇത് നടപ്പിലാക്കാൻ അവർക്ക് കഴിയും. പക്ഷെ കഴിയുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ നേട്ടം BJP-ക്ക് എന്ത് നേട്ടം കിട്ടും? അവിടെ ഇപ്പോൾ ഒരു MP വന്നല്ലോ അവിടുന്ന്. അതെ, അവിടെ നിന്നൊരു MP വന്നല്ലോ. അപ്പോൾ ദീർഘകാല ലക്ഷ്യമാണ് ഇത്. ഒരൊറ്റ ദിവസം കൊണ്ടല്ല. ഒന്നുമില്ലാതിരുന്നല്ലോ ആ പാർട്ടിക്ക്, പിന്നെ 2 ആ പാർട്ടി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ രാജീവ് ഗാന്ധിക്ക് തുല്യമായ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതിനുശേഷമുള്ള വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. വോട്ട് ശതമാനം അത്രയും ഇല്ല എങ്കിലും. ശ്രീ ജോർജ് കുര്യൻ, നിങ്ങളൊരു പ്ലെയറാണെന്ന് മുരളീധർ റാവു പറയുകയാണ്. അപ്പോൾ ആ പ്ലെയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഈ OPS ഗവർണറുമായി കൃത്യമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം കെയർ ടേക്കർ മുഖ്യമന്ത്രിയാണല്ലോ, അതുകൊണ്ട് ഗവർണറുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്.
ഈ പറയുന്ന ശശികലയുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയായ വിധത്തിലാണോ നടന്നത് എന്ന് അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ തീർച്ചപ്പെടുത്താനിരിക്കുകയാണെന്നും നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പറയുകയാണ്. പിന്നെ ഇന്നും ഒരു കാര്യമുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്, അവിടുത്തെ മേയറെ മാറ്റുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണറോട് ആലോചിച്ച് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അല്ല, ഈ കാര്യത്തിൽ വെങ്കയ്യ നായിഡുവും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും ഒക്കെ പറയുന്നത് അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, അവർ മന്ത്രിമാരാണ്, ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. മുരളീധർ റാവു എന്ന് പറയുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചട്ടവട്ടങ്ങളും ഭരണഘടനയും ഒക്കെ അനുസരിച്ച് ആണ് പാർട്ടി പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതായത് ഭരണഘടന എന്താണോ പറയുന്നത് അതാണ് ഗവർണർ ചെയ്യുന്നത്, അത് ഗവർണർ ചെയ്യട്ടെ. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് എല്ലാ BJP പ്രവർത്തകർക്കും ഇപ്പം ആ തീരുമാനം എടുക്കേണ്ട കേന്ദ്ര BJPയും തമിഴ്നാട് BJPയുമാണ്. കേരള BJPയുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. പക്ഷെ ഒരു BJP പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, തമിഴ്നാട്ടിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരണം. കാരണം അതിൻ്റെ കാരണം DMKയും ADMKയും തുടങ്ങിയ കാലഘട്ടത്തിൽ അതിന് ആശയമുണ്ടായിരുന്നു, അതിന് നേതൃത്വമുണ്ടായിരുന്നു. ഇന്നത് മാറിയും മറിഞ്ഞും ഒരു അരാഷ്ട്രീയ ചിന്തയിലേക്ക് വന്നിരിക്കുന്നു. MGR എന്ന് പറയുന്ന DMKയുടെ തുടക്കത്തിൽ തൊട്ടുണ്ട് ആശയപരമായിട്ടുള്ള ദൃഢതയുണ്ടായിരുന്നു, ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു. MGRന് ശേഷം പിന്നെ വരുന്നത് MGR താരമായതുകൊണ്ട് വേറൊരു താരം മുഖ്യമന്ത്രിയാണ്, ആ താരം അമ്മയായി. അത് കഴിഞ്ഞ് വീണ്ടും മാറുകയാണ്. അമ്മ വന്നതുകൊണ്ടൊരു ചിന്നമ്മ വേണം. ചിന്നമ്മയാരാ? തോഴി. അതിൻ്റെ അകത്ത് ആശയമില്ല, നേതൃത്വമില്ല. അവിടെ തീർച്ചയായിട്ടും ദേശീയവാദികളെ സംബന്ധിച്ചിടത്തോളം അവിടെ കടന്നു വരണം. ആ കടന്നു വരേണ്ട BJP മാത്രമല്ല, എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങളും വരണം എന്നാണ് BJPയുടെ ആഗ്രഹം. അങ്ങനെ ഒരു അനിശ്ചിതത്വം, അതിപ്പോൾ ഒരു ശൂന്യത തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്നു. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മുടെ ഈ കഴിഞ്ഞ സമരം കണ്ടത്, ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിലുള്ള സമരം കണ്ടത്. അങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം അത് നികത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ മഹാരാഷ്ട്രയിലും UPയിലും ചെയ്തതാണ്. ഇതൊരു ഫെഡറൽ സംവിധാനമായതുകൊണ്ട് BJPയും അവിടുത്തെ രാഷ്ട്രീയം ഉൾക്കൊള്ളണം. അങ്ങനെ തീർച്ചയായിട്ടും BJPയോട് വളരണം എന്ന് BJP ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നിയമപരമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു ആഗ്രഹമാണ്. ശരി, ശ്രീ അരുൺ റാം, ഇവിടെ ഈ കേന്ദ്രത്തിൻ്റെ കളികൾ, അത് ഇപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് മാസം എന്നത് മോദിയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രധാനമാണ്. UP തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഓഗസ്റ്റിലാണ് പുതിയ രാഷ്ട്രപതി വരിക, പുതിയ ഉപരാഷ്ട്രപതി വരിക, അടുത്ത ചീഫ് ജസ്റ്റിസ് വരിക. ഇതിലൊക്കെ ശക്തമായ നിലപാട് അദ്ദേഹത്തിന് എടുക്കണമെങ്കിൽ PMO ശക്തമായിരിക്കണം, എക്സിക്യൂട്ടീവ് അധികാരം ശക്തമായിരിക്കണം. ആ എക്സിക്യൂട്ടീവ് അധികാരം ഇപ്പോൾ തന്നെ നല്ല ശക്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിലൊക്കെ സ്വേച്ഛയാ നീങ്ങാനും കഴിയുന്നത്. പക്ഷേ ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ 37 MP-മാർ ലോക്സഭയിൽ നിന്നുള്ളത്, 13 MP-മാർ രാജ്യസഭയിൽ നിന്നുള്ളത്, ഇത് പ്രധാനമല്ലേ? അങ്ങനെ വരുമ്പോൾ ആരാണ് ആർക്കൊപ്പം കൂടുതലായി ഉള്ളത് എന്ന് ഇതിനോടകം തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായിട്ടില്ലേ? അതിനനുസരിച്ചുള്ള ഒരു തന്ത്രത്തിലേക്ക് എന്തുകൊണ്ടാണ് BJP പോകാൻ വൈകുന്നത്? ഇപ്പോൾ ഈ V മൈത്രേയൻ എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി അവിടെ പണിയെടുക്കുകയാണോ? മൈത്രേയൻ ഇതിനു മുമ്പ് BJPയുടെ അംഗമായിരുന്നു, BJPയിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ BJPയുടെ വക്താവാണെന്ന് എനിക്കറിയില്ല. AIADMKയുടെ രാജ്യസഭാ മെമ്പറാണ് അദ്ദേഹം. പക്ഷേ പഴയ ബന്ധങ്ങൾ കൊണ്ട് തന്നെ പല പാലങ്ങൾ മുറിക്കാതെ വെച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ആശയവിനിമയം നടത്താൻ ഈ രണ്ട് പാർട്ടികൾക്കും തമ്മിൽ ഇടയിൽ ഒരു ഗോബയായി അദ്ദേഹം പ്രവർത്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ എൻ്റെ ആദ്യത്തെ ചോദ്യം, BJP ഒരുതരം എനിക്ക് തോന്നുന്നു ഒരു ഐറണിയിലായിരിക്കണം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ 37 13 MP-മാരുടെ സപ്പോർട്ട് അനിവാര്യമായി വരുന്ന ചില സമയങ്ങളുണ്ട്. അത് ബില്ല് പാസ്സാക്കുന്നതിലായാലും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളായാലും അങ്ങനെ വളരെ പ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്ക് AIADMKയുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് വിട്ട് കളിക്കുന്ന കളിയൊന്നും BJP കളിക്കില്ല എന്നുള്ളത് സത്യം തന്നെ. ഒപ്പം തന്നെ മറ്റൊരു വശത്തൊരു ഡിലമയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ BJPയെ തമിഴ്നാട്ടിൽ വളർത്താമെന്നുള്ളൊരു വ്യാമോഹം എന്നേ ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 37 MP-മാർ വേണോ? അതല്ല ഇത്തരം ഒരു അനിശ്ചിതാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് OPS-നെ പോലൊരാളിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നേരത്തെ വേണു തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവർണറും ഒരു ചീഫ് മിനിസ്റ്ററും പാവകളായി വെച്ചുകൊണ്ട് അവിടെ പ്രസ്ഥാനം വളർത്താൻ കഴിയുമോ എന്നുള്ളൊരു ചിന്തയും ഇല്ലാതില്ല. പക്ഷേ ഇത് എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് വേരോട്ടമില്ലാത്തൊരു പാർട്ടിയാണ്. ഇപ്പോൾ കേരളവുമായി ഒട്ടിക്കിടക്കുന്ന ചില സ്ഥലങ്ങളിൽ ഒഴികെ, കന്യാകുമാരിയും കോയമ്പത്തൂരും അല്ലാതെ
മറ്റൊരു സ്ഥലത്തും ഈ പാർട്ടിക്ക് വേരോട്ടമില്ല. അത് ഈ സംസ്ഥാനത്ത് വഴി ഒന്ന് വണ്ടി ഓടിച്ച് പോകുന്ന ആർക്കും മനസ്സിലാകുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു നാടാണ് തമിഴ്നാടെന്ന് വ്യാമോഹിക്കുന്ന ആളാണ് വെങ്കയ്യ നായിഡുവോ മുരളീധർ റാവുവോ നരേന്ദ്രമോദിയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതുകൊണ്ട് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവിടെയുള്ള ഈ 37 MP-മാരുടെ സപ്പോർട്ട് എങ്ങനെ പിടിച്ചു നിർത്താം. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ദീർഘകാല വീക്ഷണത്തിൽ ഒരു രണ്ടാമതൊരു ദ്രാവിഡ പാർട്ടി ഇല്ലാതാക്കുകയും അവർ വെക്കേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് കോൺഗ്രസുമായി കിടപിടിച്ചുകൊണ്ട് ഒരു രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് വരാമോ എന്നൊരു വ്യാമോഹവുമുണ്ട് BJP-ക്ക്. പ്രധാനമാണ് നിരീക്ഷണം. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം, ഗവർണറുടെ ഓഫീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചടുലമായ നീക്കങ്ങളാണ് രാജ്ഭവൻ കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർ ഡൽഹിക്ക് അയച്ചു. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമാണ് റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.